ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ്, ഇന്ന് റിലീസ് ചെയ്ത ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തിയേറ്ററിൽ ഒരു റിലീസ് ഉണ്ടായിരുന്നു. ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയായിരുന്നു. സിനിമ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും സന്ധ്യയിലൊന്നും തിയേറ്ററിൽ ഈ സിനിമയുടെ റിലീസ് ഇല്ല. കോഴിക്കോട് പോകണം. കോഴിക്കോട് പോകുന്ന സമയത്ത് എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു ഹിന്ദി സീരീസ് ആണ്, ഒരു ഹിന്ദി മിനി സീരീസ് ആണ്. സീരീസിന്റെ പേര് വരുന്നത് ദ സീക്രട്ട് ഓഫ് ദ ശിലേദാസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഛത്രപതി ശിവാജിയുടെ ഒരു നിധിയെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു ട്രഷർ ഹണ്ടിങ് സീരീസ് ആണ്. സ്റ്റോറി വരുന്നത്, ഈ ഒരു സീരീസിന്റെ സ്റ്റോറി വരുന്നത് ഒരു ട്രഷർ ഹണ്ടിങ് സംഭവമൊക്കെയാണ്. ഒരു എന്താ പറയുക, അഡ്വഞ്ചർ ഫാന്റസി എന്ന് പറയാം, ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. 6 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു മിനി സീരീസ് ആണ് ഈ ഒരു സീരീസുകൾ. ഹിന്ദി സീരീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 30-40 മിനിറ്റുകൾ അടങ്ങുന്ന എവറി ഡ്യൂറേഷൻ വരുന്ന 6 എപ്പിസോഡുകളാണുള്ളത്. 3-3.25 മണിക്കൂറാണ്, ഒരു 3.5 മണിക്കൂറിനടുത്താണ് സീരീസിന്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി സീരീസ് പറഞ്ഞല്ലോ, 6 എപ്പിസോഡുകളേ ഉള്ളൂ. ഒറ്റയിരിപ്പിൽ തന്നെ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസ് ആണ്. എന്താ പറയാ, ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ ഒരു ഛത്രപതി ശിവാജിയെ കുറിച്ച് അതിന്റെ ആ ഒരു കാലഘട്ടത്തിലെ ആ കാലഘട്ടങ്ങൾ കാണിക്കുന്നൊന്നുമില്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിലെ ഓരോ സംഭവങ്ങളും, ഓരോ പസിലുകൾ എന്താ പറയുക സോൾവ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. വി എഫ് എക്സ് സംഭവം ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇതുപോലുള്ള ഫാന്റസി സിനിമകളിലൊക്കെ VFX ഒക്കെ ഓവറാക്കി ചളമാക്കുന്ന രീതികളുണ്ട്. പക്ഷെ ഇതിൽ വളരെ ഡീസന്റ് ആയിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് സായി തഹക്കറും അതുപോലെ ആശിഷ് വിദ്യാർത്ഥി, രാജീവ് ഖണ്ഡേൽവാർ, ദിലീപ് പ്രഭാവൽക്കർ എന്നൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീരീസിന്റെ സംവിധായകനായിട്ട് വന്നിട്ട് ആദിത്യ സൽപോത്താർ ആണ് സംവിധായകനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഡീസന്റ് വാച്ച് മിനി സീരീസ് ആണ് ഈ ഒരു സീരീസ് എനിക്ക് തോന്നിയത്. ചെറിയ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീരീസ് അവസാനിപ്പിച്ചത് വളരെ ഡീസന്റ് ആയിട്ട് അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രഹ്മാണ്ഡ സംഭവങ്ങളൊന്നുമല്ല, ഒരു എന്താ പറയാ, പറയാൻ ഉദ്ദേശിച്ച സംഭവം വലിയൊരു സംഭവമാണ്. പക്ഷെ അത് വളരെ ഡീസന്റ് ആയി ചെറിയ രീതിയിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സീരീസിന്റെ പ്രത്യേകത എന്നുള്ളത്. ഈ ട്രഷർ ഹണ്ടിങ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതായിരുന്നു ഈ ഒരു സീരീസിന്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു, പല കാര്യങ്ങളും പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. സീറ്റ് എഡ്ജ് സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കണ്ടിരിക്കാം, ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, എന്നാലും കണ്ടിരിക്കാം. ഓക്കെ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൺ ടൈം വാച്ച് സീരീസ്. അങ്ങനെയാണ് സീരീസ് എനിക്ക് ഫീൽ ചെയ്തത്. ദ സീക്രട്ട് ഓഫ് ദ ശിലേദാസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. കണ്ടുനോക്കുക. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മലയാളം അടക്കമുള്ള ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.